കൂട്ടുകാർക്കും നെക്സ്റ്റ് ജൻ വിസ്ഡത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 1ാമത്തെ ചാപ്റ്റർ വിളയിക്കാം നൂറുമേനിയാണ്. നൽകിയിരിക്കുന്ന ഈ ചിത്രം നോക്കൂ. ആ കുട്ടി ചോദിക്കുകയാണ്, ആ വലിയ മാവിലുണ്ടായതുപോലെയുള്ള സ്വാദുള്ള മാങ്ങകൾ ഈ തൈയിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാവ് മറുപടി നൽകുകയാണ്, കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ മാമ്പഴം പോലെ സ്വാദുള്ള മാങ്ങകൾ നിങ്ങൾക്കും തരാം. വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകൾ വളർന്ന് കായ്ക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കണം അല്ലേ? ഒരു മാവിൻ തൈ നടുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? എന്തെല്ലാമായിരിക്കും? ഒന്നാമത് വേഗത്തിൽ കായ്ക്കണമെന്നും നല്ല ഗുണമുള്ള പഴങ്ങൾ കിട്ടണമെന്നും അല്ലേ? നമുക്ക് നോക്കാം. നോക്കൂ, ഈ കുട്ടികൾ എന്തൊക്കെയാ പറയുന്നത്? ധാരാളം മാങ്ങയുണ്ടാവണം, വേഗം കായ്ക്കണം, നല്ല മധുരമുള്ള മാങ്ങയുണ്ടാവണം. നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കാറ്? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടികൾ പറയുന്നതിൽ നിന്നും നമുക്കത് കണ്ടെത്താം. തന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് 3 പോയിന്റുകൾ. വേഗം കായ്ക്കണം, നല്ല വിളവ് ലഭിക്കണം, നല്ല ഗുണനിലവാരം ഉണ്ടാക്കണം. വേഗം കായ്ക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? തൈകൾ വളർന്ന് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ വേഗത്തിൽ ഫലം തരുവാൻ സാധിക്കണം. ഇനി നല്ല വിളവ് ലഭിക്കണം. അതായത് ഒരു സസ്യത്തിൽ നിന്നും ലഭിക്കുന്ന ആകെ ഫലങ്ങളുടെ അളവ് പരമാവധി ആയിരിക്കണം. അതാണ് നല്ല വിളവ് ലഭിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നല്ല ഗുണനിലവാരം ഉണ്ടാവണം. അതിനർത്ഥം എന്താ? ഫലങ്ങൾക്ക് നല്ല വലിപ്പവും ആകർഷകമായ സ്വാദും നല്ല രോഗപ്രതിരോധ ശേഷിയും ഒക്കെ ഉണ്ടാകണം. ഇനി പാഠപുസ്തകത്തിൽ നിങ്ങൾക്കൊരു ചോദ്യം കാണാം, ഇതുപോലെ മികച്ച വിളവ് ലഭിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന്. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെ എഴുതി ചേർക്കാം? നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കളെ തിരഞ്ഞെടുക്കണം. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും ഉൽപ്പാദന ശേഷിയുമുള്ള മികച്ച മാതൃസസ്യത്തിൽ നിന്നാകണം ഇവ ശേഖരിക്കേണ്ടത്. 2ാമത്തെ പോയിന്റ് എന്നെഴുതാം, മണ്ണ് നന്നായി ഒരുക്കുകയും വളപ്രയോഗം നടത്തുകയും ചെയ്യുക. അതായത് സസ്യങ്ങളുടെ വേഗത്തിലുള്ളതും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവവളങ്ങളും മണ്ണും ഒരുക്കേണ്ടതുണ്ട്. 3ാമതായി കൃത്യമായ പരിചരണവും നനയും ഉറപ്പാക്കുക. ഓരോ സസ്യത്തിനും ആവശ്യമായ കൃത്യമായ അളവിലുള്ള ജലസേചനവും സൂര്യപ്രകാശവും തക്ക സമയത്ത് നൽകേണ്ടതുണ്ട്. ഇനി രോഗകീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചും ശാസ്ത്രീയ പരിചരണത്തിലൂടെയും രോഗബാധകൾ വരാതെ തടയണം. ഇനി നോക്കി, നിങ്ങൾക്ക് അവിടെ ഒരു പാവലിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ കാണാം. അതിലൊരു ചോദ്യമുണ്ട്, വിത്ത് ഗുണം 10 ഗുണം എന്നൊരു പഴഞ്ചൊല്ല് തന്നിട്ടുണ്ട്. എന്താണ് ഇതിനർത്ഥം? അതായത് വിത്ത് നല്ലതാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ചെടിയും അതിലെ കായ് ഫലങ്ങളും 10 മടങ്ങ് മികച്ചതായിരിക്കും എന്നാണ് ഈ പഴയ ചൊല്ലിൻ്റെ അർത്ഥം. ഇനി നോക്കൂ, തന്നിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് ചെടി കാണാം, അതിൽ നിറയെ പൂക്കൾ കാണാം, പിന്നെ അതിൽ നിന്നും ഫലമുണ്ടാകും, പിന്നെ അതിൽ നിന്നും വിത്തുണ്ടാകും. അതാണ് അതിൻ്റെ ജീവചക്രത്തിൻ്റെ ക്രമം തന്നിരിക്കുന്നത്. നിങ്ങളോടൊരു ചോദ്യമുണ്ട്, വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? വിത്തുണ്ടാകുന്നത് എവിടെയാണ്? ഫലത്തിനുള്ളിലാണ്. അതായത് പൂക്കൾ പരാഗണം നടന്ന് കായ്കളായി മാറുമ്പോൾ അതിനുള്ളിലാണ് നമുക്ക് വിത്തുണ്ടാകുന്നത്. വേറൊരു ചോദ്യം കൂടിയുണ്ട്, ഫലം എവിടെ നിന്നുണ്ടാകുന്നു? എവിടെ നിന്ന്? ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാമല്ലോ. സസ്യത്തിൻ്റെ പ്രത്യുൽപാദന അവയവമായ പൂക്കളിൽ നിന്നാണ് ഫലം രൂപപ്പെടുന്നത്. ഇനി നോക്കൂ, 2 ചെടികൾ കാണാം. രണ്ടും തക്കാളി ചെടികളാണ്. 1ാമത്തെ ചെടിയിൽ നിറയെ തക്കാളികളുണ്ട്, 2ാമത്തേൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. നോക്കൂ, ചെടി 1 ഉയർന്ന വിളവും ചെടി 2 കുറഞ്ഞ വിളവും. ചിത്രത്തിലെ തക്കാളി ചെടികൾ നിരീക്ഷിക്കൂ. വിത്ത് ശേഖരിക്കാൻ നമ്മൾ എപ്പോഴും ഏത് ചെടി തിരഞ്ഞെടുക്കും? 1ാമത്തെ ചെടിയായിരിക്കും അല്ലേ? കാരണം എന്തായിരിക്കും? അതിലാണ് കൂടുതൽ കായ്ഫലവും ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും കൂടുതൽ ആദ്യത്തെ ചെടിക്കാണ്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം, ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് മികച്ചത്? ഒരു ചെടി നമുക്ക് വളർന്നു കഴിയുമ്പോൾ അതിൽ കായ്കൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിത്ത് എടുക്കണം. അപ്പോൾ ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് നമ്മൾ എടുക്കേണ്ടത്? അതായത് ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന ഫലങ്ങളാണ് വിത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യം. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ഫലവും അവസാനത്തെ ഫലവും എടുക്കരുതെന്ന് പറയുന്നത്? എന്തായിരിക്കും? ആദ്യ ഫലങ്ങളിൽ വിത്തുകൾ പൂർണ്ണ വളർച്ചയെ തിരിക്കില്ല. അവസാന ഫലങ്ങൾ ആവുമ്പോൾ എന്തായിരിക്കും? പോഷകക്കുറവുള്ളവയും ദുർബലവുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മധ്യകാലത്തുണ്ടാകുന്ന വിത്തുകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇനി നോക്കൂ, പയർ വിത്ത് തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് നമുക്ക് വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാകും, നമുക്കറിയാമല്ലേ? അവയിൽ നിന്നും ഏറ്റവും മികച്ച വിത്തുകൾ വേർതിരിച്ചെടുക്കാൻ എന്തൊക്കെ നമ്മൾ പരിശോധിക്കണം? നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ നിങ്ങൾ പയർ വിത്തുകളും വെണ്ട വിത്തുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് നടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അവരെന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഓരോന്നും സെലക്ട് ചെയ്യുന്നുണ്ടാവുക? അതായത് വിത്തിൻ്റെ ഭൗതിക ഗുണങ്ങളാണ് നമ്മൾ നോക്കുക. ഫസ്റ്റത്തെയാണ് ആകൃതി അഥവാ ഷേപ്പ്. വിത്തുകളെ ചുരുങ്ങാത്തതും പൂർണ്ണ ആകൃതിയോട് കൂടിയും ആയിരിക്കണം. ഇനി വലിപ്പം നോക്കുകയാണെങ്കിൽ സാധാരണമായ സ്വാഭാവിക വലിപ്പം അവർക്കുണ്ടായിരിക്കണം. ഭാരമുള്ളതും ഉള്ളിൽ നല്ല കാമ്പുള്ളതുമായിരിക്കണം. പുറന്തോടാണെങ്കിലോ കേടുപാടുകളോ സുഷിരങ്ങളോ കീടബാധയോ ഇല്ലാത്തതായിരിക്കണം. ഇനി നോക്കൂ, നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു സുവർണ്ണ നിയമമാണ് പറയുന്നത്, നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഉത്തമമായ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലവും അതോടൊപ്പം അത് ശേഖരിച്ച മാതൃസസ്യവും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളവ ആയിരിക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കാണാം. അതായത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വിത്തെടുക്കുന്ന ചെടിയും വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലവും വിത്തെടുക്കുന്ന വിത്തും. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ നമ്മൾ ടിക്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇൻഡു ആയിരിക്കും. വിത്തെടുക്കുന്ന ചെടി കായ്ഫലം കുറവുള്ളത് എടുക്കാൻ പാടില്ല.
കായ്ഫലം കൂടുതലുള്ളത് ടിക്ക്. ആരോഗ്യമുള്ള ചെടി എടുക്കണം ടിക്ക്. അതുപോലെ തന്നെ രോഗബാധയുള്ളത് തിരഞ്ഞെടുക്കാൻ പാടില്ല. വളർച്ച മുരടിച്ചതും എടുക്കാൻ പാടില്ല. ഇനി വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം നോക്കി, ആദ്യമുണ്ടായ ഫലം എടുക്കാൻ പാടില്ല. അവസാന കാലത്തുണ്ടായ ഫലം അതും എടുക്കാൻ പാടില്ല. മധ്യകാലത്തുണ്ടായ ഫലം അത് ടിക്കാണ്. അതുപോലെ മൂപ്പെത്തിയത് ടിക്കിടാം. മൂപ്പെത്താത്തത് ഇൻഡുവായിരിക്കും. ഇനി തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവികമായ ആകൃതിയുള്ളതായിരിക്കണം. സ്വാഭാവികമായ ഭാരമുള്ളതായിരിക്കണം. പുറന്തോടിന് കേടില്ലാത്തതായിരിക്കണം. ഭാരം കുറഞ്ഞത് ആവാൻ പാടില്ല. സ്വാഭാവിക വലിപ്പമുള്ളത് ആയിരിക്കണം. അടുത്ത് നോക്കൂ, നടീൽ വസ്തുക്കൾ, അതായത് വിത്തിനപ്പുറമുള്ള പുതിയ തൈകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു പുതിയ ചെടി നടണമെങ്കിൽ അതിന് വിത്ത് മാത്രമാണോ നമുക്ക് ആകെ കൂടെ നടാൻ പറ്റുന്നൊരു ചെടിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് വിത്ത് മാത്രമായിരിക്കുമോ? നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയേ. കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക് ഇതൊക്കെയാണ് തന്നിരിക്കുന്ന ചിത്രങ്ങൾ. കായിക അവയവങ്ങളിലൂടെയുള്ള വളർച്ച. സസ്യങ്ങൾ വിത്തുകൾ വഴി മാത്രമല്ല പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയും പുതിയ സസ്യങ്ങൾ വളർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. കറിവേപ്പിൽ എന്തായിരിക്കും പുതിയ തൈകൾ വളരാനായിട്ട് ഉപയോഗിക്കുന്നത്? സാധാരണയായി വേരാണ്. ഇനി ഇഞ്ചിയിലാകട്ടെ സാധാരണയായി ഉപയോഗിക്കുന്നത് സസ്യത്തിൻ്റെ ഭൂകാണ്ഡമാണ്. കണ്ടോ, അതിൻ്റെ കാണ്ഡമാണ് മുളച്ച് പുതിയ ചെടിയായിട്ട് അവിടെ വരുന്നത്. ഇനി നോക്കൂ, ഇലമുളച്ചി. അതിൽ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് സസ്യത്തിൻ്റെ ഇല വഴിയാണ്. അടുത്തായി കുരുമുളക്. പുതിയ സസ്യം ഉണ്ടാകുന്നത് അതിൻ്റെ സ്റ്റെമ്മ് അല്ലെങ്കിൽ തണ്ട് മുറിച്ച് നട്ടാണ് പുതിയ കുരുമുളക് തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി നോക്കൂ, സസ്യങ്ങളിലെ പ്രത്യുൽപാദന രീതികളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സസ്യങ്ങളുടെ പ്രജനനത്തെ പ്രധാനമായും 2 രീതികളായി തിരിക്കാം. ഇവയുടെ ശാസ്ത്രീയമായ വിഭജനം മനസ്സിലാക്കൂ. ഒന്നാമതായി കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതെന്താണ്? ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണിത്. ഇത് ഒരു അലൈംഗിക പ്രത്യുൽപാദനം അഥവാ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും നമുക്ക് പറയാം. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ലൈംഗിക പ്രത്യുൽപാദനം, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സസ്യങ്ങളുടെ പൂക്കളിൽ പരാഗണവും നിഷേചനവും നടന്ന് ഉണ്ടാകുന്ന വിത്തുകൾ മുളച്ച് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണിത്. വിത്തുകളിലൂടെയുള്ള പുതിയ തലമുറയുടെ വളർച്ചയാണിത്. ഇനി നിങ്ങളുടെ കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. കായിക പ്രജനനത്തിൽ വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം എന്നിവ ഉൾപ്പെടുന്നു. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വിത്ത് ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഓരോന്നിനും താഴെ ഏതൊക്കെ വരുമെന്ന് നോക്കാം. നോക്കൂ, വേരിൽ ആദ്യം നമുക്ക് വേര് നോക്കാം. ശീമപ്ലാവ്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്തായിട്ട് മധുരക്കിഴങ്ങ് എഴുതാം. ആത്ത, ഡാലിയ അതൊക്കെ എഴുതാം. ഇനി തണ്ട് അല്ലെങ്കിൽ കാണ്ഡം വഴി ഏതൊക്കെയാണ്? മുരിങ്ങ, റോസാച്ചെടി, മരച്ചീനി, കുരുമുളക്. ഇനി ഇല വഴിയാണ് ഇലമുളച്ചി, ബെഗോണിയ, പെപ്പറോമിയ, സെൻപോളിയ. അങ്ങനെയുള്ള വിവിധ ഇലകൾ നമുക്ക് ലീഫ് വെച്ചിട്ട് മുളയ്ക്കുന്നത് എഴുതാം. ഇനി ഭൂകാണ്ഡം വെച്ചിട്ട് കാച്ചിൽ, ഇഞ്ചി, ചേമ്പ്, മഞ്ഞൾ. ഇനി ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വിത്ത് വഴി മുരിങ്ങ. കണ്ടോ, മുരിങ്ങ വേറൊരെണ്ണത്തിലും കൂടെ ഉണ്ടല്ലോ. ഇതിലാ തണ്ട് അല്ലെങ്കിൽ കാണ്ഡം വഴിയും നമുക്ക് മുരിങ്ങ നടാം, അല്ലെങ്കിൽ വിത്ത് ഉപയോഗിച്ചും മുരിങ്ങ നടാം. മാവ്, അതുപോലെ തന്നെ പയറ്, വെണ്ട ഇതെല്ലാം വിത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നടുന്നത്. ഇനി നിങ്ങളോടൊരു ചോദ്യം. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ചു നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുണ്ട് ശീമക്കൊന്ന. ഇനി എന്തെല്ലാം എഴുതാം? നമുക്ക് റോസാച്ചെടി, ചെമ്പരത്തി, കറിവേപ്പില ഇതെല്ലാം നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ കായിക പ്രജനന മാർഗത്തിൻ്റെ പ്രസക്തിയെ പറ്റിയാണ് നാം നോക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ചിത്രം കണ്ടോ? 2 കുട്ടികൾ പരസ്പരം സംസാരിക്കുകയാണ്. അതിൽ ആദ്യത്തെ കുട്ടി പറയാണ്, ഹായ്, നന്നായി പഴുത്ത വലിയ പേരയ്ക്ക, നടാനായി അതിൻ്റെ ഒരു കമ്പ് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയാണ്, കമ്പും പേരയ്ക്കയും ഒക്കെ തരാം, പക്ഷേ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? വിത്ത് മുളച്ച് മരമായി കായ ഉണ്ടാവാൻ കുറേ വർഷമെടുക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? അതായത് വേഗത്തിൽ കായ്ഫലം നൽകുന്നതും മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ തൈകൾ ഉണ്ടാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ വിത്ത് മുളച്ചാൽ നമുക്ക് എല്ലാ ഗുണവും നമുക്ക് ലഭിക്കുമോ എന്നാണ് ചോദ്യം. ലഭിക്കണമെന്നില്ല അല്ലേ? കാരണം ലൈംഗിക പ്രജനനം നടക്കുമ്പോൾ മാതൃസസ്യത്തിന് പുറമെ പരാഗണം വഴി മറ്റ് ചെടികളുടെ ഗുണങ്ങളും അതിൽ കലരും. എന്നാലും നമ്മൾ അതിന് പകരം ഒരു കൊമ്പിൽ നിന്നാണ് ഒരു പുതിയ സസ്യം ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ ആ ചെടിക്കും ലഭിക്കും. ഈ വിവിധ രീതികളിലൂടെ നമുക്ക് കായിക പ്രജനനം നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുപോലെ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി വായിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.